ദുർഗാദേവ്യൈ നമഃ. ഓം. ശ്രീമദ്ദേവി മഹാഭാഗവതം 1-ാമത്തെ സ്കന്ധം, അതിൽ 5-ാമത്തെ അധ്യായം. 112 ശ്ലോകങ്ങളുണ്ട്. ഹയഗ്രീവാവതാരവും സരസ്വതി പ്രത്യക്ഷപ്പെടുന്നതും സരസ്വതിയെ സ്തുതിക്കുന്നതും ആയിട്ടുള്ള രംഗം. മധുകൈടഭ വധം അതിനുള്ള ശ്രമമാണ്. അതിൽ ആദ്യത്തെ ഈ ഭാഗം നമുക്ക് പാരായണം ചെയ്യാം. ശൗനകാദി മഹർഷിമാർ സൂതനോട് സംശയം ചോദിക്കുന്നു. സൂതൻ ഉത്തരം പറയണം. ശൗനകാദി മഹർഷി ശ്രീ അഥ പഞ്ചമോധ്യായ ഋഷയ ഊജു ഓം സുതാസ്മാകം മനഃകാമം മഗ്നം സംശയസാഗരേ യഥോക്തം മഹദാശ്ചര്യം ജഗദ്വിസ്മയകാരകം യന്മൂർധാ മാധവസ്യാപി ഗതോ ദേഹാത് പുനഃപരം ഹയഗ്രീവസ്തോ ജാത സർവകർത്ത ജനാർദ്ദന. ഈ ലോകത്തെ വിസ്മയിപ്പിക്കുന്നതായിട്ടുള്ള അത്യത്ഭുതം നിറഞ്ഞതായിട്ടുള്ള ഭഗവതിയുടെ കഥ കേട്ട്, ഭഗവാന്റെ കഥ കേട്ട് ശൗനകാദി മഹർഷിമാർ പറയാണ്, വിഷ്ണുവിനും ഇങ്ങനെയൊക്കെ ഉണ്ടായോ? അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ കഴിവുണ്ടോ? ഞങ്ങളുടെ മനസ്സ് ശരിക്കും വല്ലാതെ കണ്ട സംശയം ഉണ്ടായിരിക്കുന്നു. ഇതിന് കാരണം വിഷ്ണുവിൻ്റെ ശിരസ് പോലും ഇങ്ങനെ സ്വയം ശരീരത്തിൽ നിന്നും മാറി കടലിൽ വീണു എന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പോൾ ആ കഥയൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരൂ. സകല ലോകത്തിൻ്റെയും സൃഷ്ടികർത്താവ്, സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്നതായിട്ടുള്ള ഈ ബ്രഹ്മാവസ്ഥയിലുള്ള മഹാവിഷ്ണുവിന് ഇങ്ങനെ തല പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം. പിന്നെ ഭഗവാൻ ഹയഗ്രീവനായി എന്ന് പറഞ്ഞപ്പോൾ ആ കഥയൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. ശൗനകാദി മഹർഷിമാർ സംശയക്കടലിൽ സൂത മുങ്ങിപ്പോകുന്നിത് ഉൾക്കളം നെയ്യിച്ചൊന്നതൊരു ആശ്ചര്യം ലോകം ഞെട്ടുമൊരത്ഭുതം ഹരിതന്മസ്തകം പോലും തെറിച്ചെന്നോ ജനാർദ്ദനൻ സർവകർത്താവ് അതിൽ പിന്നെ ഹയശീർഷനുമായിതോ ദേവന്മാരെ പുകഴ്ത്തുന്നത് ആരീ വണ്ണം ആര് ഈ വിണ്ണോർക്കും ആശ്രയം ആ ദേവദേവനാം ആദിദേവൻ കാരണൻ ശ്രീ വിഷ്ണുവിൻ്റെ തലയും ഭാഗ്യക്കേടാൽ തെറിച്ചതോ എല്ലാം സവിസ്തരം ചൊല്ലുക ഞങ്ങളോട് മഹാശയ. വേദോപി സ്തൗതിയം നിത്യം ദേവാ സർവേദാശ്രയ ആദിദേവോ ജഗന്നാഥ സർവകാരണ തസ്യാപി വദനം ഛിന്നം ദൈവയോഗ കഥം തഥാ തത്സർവം കഥയാശുത്വം വിസ്തരേണ മഹാമതേ. ഇപ്പൊ വേദം പോലും ആരെയാണോ നിത്യൻ എന്ന് കരുതിയിട്ട് മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നത്, ആ ദേവന്മാരെല്ലാം ആരെയാണോ ഭഗവാനെ ആശ്രയിക്കുന്നത്, ആദിദേവനായിട്ടുള്ള ജഗന്നാഥനെ സർവകാരണങ്ങൾക്കും കാരണഭൂതനായിട്ടുള്ള ആ ഭഗവാന്റെ ശിരസ് പോലും ഇതേപോലെ ഒരു കാരണം കൊണ്ട് ശിരസ് അറ്റുപോയി. ഇങ്ങനെയുള്ള കഥ വിശ്വസിക്കാൻ തന്നെ പ്രയാസം. അങ്ങനെ ഹയഗ്രീവനായിട്ട് ഭഗവാൻ വന്നു എങ്കിൽ ആ കഥ മഹാബുദ്ധിമാനായിട്ടുള്ള സൂത ഞങ്ങൾക്ക് അങ്ങ് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് ശൗനകാദി മഹർഷിമാർ പറഞ്ഞു. സൂത ഉവാച ശൃണ്വന്തു മുനയഃ സർവേ സാവധാന സമന്തത ചരിതം ദേവദേവസ്യ വിഷ്ണോഹോ പരമതേജസാം. ദേവദേവനായിട്ടുള്ള പരമതേജസ്വിയായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ചരിതം മുഴുവൻ പറഞ്ഞു തരാമെന്നുള്ള ആർക്കും സാധ്യമല്ല. മഹർഷിമാരെ, എന്നാലും ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ. അതിൽ പല സംഗതികളും നമുക്ക് കിട്ടാനുണ്ട്. സൂതൻ ചുറ്റും കൂടി സാവകാശം കേൾക്കുവിൻ മുനിമുഖ്യരേ. മഹാതേജസ്വിയാം ദേവദേവൻ ശ്രീഹരിതൻ കഥ 10,000 ആണ്ട് അന്നൊരിക്കൽ ദാരുണമാം രണം തുടർച്ചയായി ചെയ്തു പാരം തളർന്ന ഭഗവാൻ ഹരി. ഭഗവാൻ ഒരിക്കൽ അസുരന്മാരോട് യുദ്ധം ചെയ്തു 10,000 വർഷം. കഥാചിത് ദാരുണം യുദ്ധം കൃത്വ ദേവ സനാതന ദശവർഷസഹസ്രാണി പരിശ്രാന്തോ ജനാർദ്ദന. അങ്ങനെ യുദ്ധം ചെയ്തപ്പോൾ വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. 10,000 വർഷമാണ് തുടർച്ചയായിട്ടുള്ള യുദ്ധം. അതുകൊണ്ട് കുറച്ച് ക്ഷീണിച്ചു. സമേദേശേ ശുഭേ സ്ഥാനേ കൃത്വ പത്മാസനം വിഭു അവലംബ്യ ധനുസജ്യം കണ്ഠദേശേ ധരാസ്ഥിതം. ഒരു സമതല പ്രദേശത്ത് നല്ലൊരു സ്ഥാനമൊക്കെ നോക്കി അവിടെ ഒരു പീഠം കണ്ടാക്കി, കല്ലോ പാരവെന്തേലോ അത്രേ ഉള്ളൂ, അതിലൊക്കെ ചെന്നിരുന്നു. എന്നിട്ട് ഞാൻ കെട്ടി വലിച്ചിങ്ങനെ ഭദ്രാക്കിയിട്ട് വെച്ചിട്ടുള്ള ആ വില്ലിൻ്റെ ശാർങ്കം എന്ന വില്ലാണ്. ആ വില്ല് അതിങ്ങനെ നിലത്ത് കുത്തി, എന്നിട്ട് തൻ്റെ താടി അതിലേക്കാണ് പാകമായിട്ട് വെച്ചു. ഇങ്ങനെയാണ് വെച്ചത്. അങ്ങനെ വില്ലിലെ കഴുത്ത് ചായച്ച് പത്മാസനത്തിൽ ഭഗവാൻ ഇരുന്നു ഉറങ്ങി. അതാണ്. അപ്പോൾ ഭഗവാന്റെ ഈ ഒരു ലീല അതൊരു അത്യത്ഭുതമാണ് കേട്ടോ.
10,000 ആണ്ടന്നൊരിക്കൽ ദാരുണമാം രണം തുടർച്ചയായി ചെയ്തു. പാരം തളർന്ന ഭഗവാൻ ഹരി നിലത്തൂതിയ ഞാനിട്ട വില്ലിൽ കണ്ഠമമർത്തിയും തൻ ഭാരമാ വില്ലിൻ തുമ്പിന്മേൽ അർപ്പിച്ചും കൊണ്ടും അങ്ങനെ നല്ലൊത്ത ദിക്കിൽ പത്മാസനസ്ഥനായി വിശ്രമിക്കവേ ക്ഷീണം കൊണ്ടും ദൈവയോഗം കൊണ്ടും വല്ലാതുറങ്ങിനാൻ. ദത്വാഭാരം ധനുഷ്കോട്ട്യാം നിദ്രാമാപരമാപതി ശ്രാന്തത്വാത് ദൈവയോഗാച്ച ജാതസ്തത്ര അതിനിദ്രിത. അപ്പോൾ ആ വില്ലിൻ്റെ തുമ്പില് തൻ്റെ ശിരസ് ഭാരം കൊടുത്തുകൊണ്ട് അവിടെ രമാപതിയായിട്ടുള്ള ഭഗവാൻ ഉറങ്ങിപ്പോയി. ക്ഷീണം കൊണ്ടാണ്, ദേവനിയോഗമുണ്ട്. രണ്ടും ഭഗവാൻ അത്ര സാരമാക്കിയില്ല. പക്ഷെ സംഭവിക്കാനുള്ളത് സംഭവിപ്പിക്കുക തന്നെ ചെയ്യും. അതാണ് പ്രകൃതീശ്വരിയായിട്ടുള്ള ഭുവനേശ്വരി. പിന്നെയോ തഥാ കാലേന കേതാ ദേവാ സർവേ സവാസസ ബ്രഹ്മേശ സഹിതാ സർവേ യജ്ഞം കർത്തും സമുദ്യതാഹ. അപ്പം അതാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടൊരു പാഠമാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ സ്മരിക്കണം, എന്തെങ്കിലും പൂജ ചെയ്യണം. ലോട്ടറി അടിച്ചാൽ പൂജ ചെയ്യണം, കല്യാണം കഴിച്ചാൽ പൂജ ചെയ്യണം, സന്താനം ലഭിച്ചാൽ പൂജ ചെയ്യണം, ഭൂമി വാങ്ങാൻ സാധിച്ചു പൂജ ചെയ്യണം, വീട് നിർമ്മിച്ചു പൂജ ചെയ്യണം. വിവിധങ്ങളായിട്ടുള്ള പൂജകളാണ് ചെയ്യേണ്ടത്. പലതരത്തിൽ അതിന് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ആ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചാണ് പൂജ ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ അവർ ആര് ചെയ്തു? ഇവരും ചെയ്തു എന്ന് സാർ. അതാണ് ഇവിടെ എന്താണ്, ഇന്ദ്രൻ തൊട്ടുള്ള ദേവന്മാര് ഈ ഭഗവാൻ ഇങ്ങനെ യുദ്ധം ചെയ്ത് അസുരന്മാരെ ജയിച്ച സമയത്ത് ദേവന്മാരും ബ്രഹ്മാവും ശിവനും എല്ലാവരും കൂടി ചെയ്തിട്ട് ഒരു യജ്ഞം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു. ഭഗവാന് വേണ്ടിയിട്ടാണ് യജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചത്. കുറെ കാലം തീർന്ന ദേവം അക്കാലത്ത് അമരാദികൾ ബ്രഹ്മരുദ്രന്മാരുമൊത്ത് യജ്ഞം ചെയ്യാൻ ഒരുങ്ങവേ പോയാർത്തൽ കാര്യസിദ്ധിക്കായി വൈകുണ്ഠത്തിൽ അണഞ്ഞുടൻ മഖാധിപൻ ദേവദേവൻ വിഷ്ണുവെ കണ്ടുണർത്തുവാൻ കേട്ടോ ഗതാ സർവേഥ വൈകുണ്ഠം ദ്രഷ്ടും ദേവം ജനാർദ്ദനം ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം മഖാനാമധിപം പ്രഭും. ദേവകാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് യജ്ഞത്തിൻ്റെ അധിപനായിട്ടുള്ള ഈ യജ്ഞസ്വരൂപനായിട്ട് സുയജ്ഞനായിട്ട് ജനാർദ്ദനനെ ദർശിക്കാനായിട്ട് കാണാനായിട്ട് എല്ലാവരും കൂടിയിട്ട് വൈകുണ്ഠത്തിലെത്തി. ബ്രഹ്മാവുണ്ട്, ശിവനുണ്ട്, ഇന്ദ്രനുണ്ട്, ദേവന്മാരുണ്ട്, ഒക്കെ ഉണ്ട്. അദൃഷ്ട്വാ തഥാ തത്ര ജ്ഞാനദൃഷ്ട്യാ വിലോക്യതേ യത്രാസ്തേ ഭഗവാൻ വിഷ്ണു ജഗ്മുസ്തത്ര തഥാ സുരാഹ. വൈകുണ്ഠത്തിൽ കാണാത്തത് കൊണ്ട് ഭഗവാൻ വിഷ്ണു എവിടെയുള്ളത് എന്നുള്ള ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി ഈ യുദ്ധം കഴിഞ്ഞിട്ട് സമതലത്തിൽ യോഗാസനത്തിൽ പത്മാസനത്തിലിരിക്കുന്ന ആ ഭഗവാന്റെ അടുത്ത് വില്ലിൻ്റെ മുകളിൽ തല വെച്ചുകൊണ്ട് ചാരിയിരിക്കുന്നതായിട്ട് ആ ഭഗവാനെ കണ്ടു. കണ്ടില്ലെന്നവിടെ ജ്ഞാനദൃഷ്ടിയാൽ ഓർത്തു കണ്ടുടൻ ഭഗവാൻ വിഷ്ണു ഉള്ള ഇടം ചെന്നാരങ്ങവരേവരും ബോധമില്ലാതെയാ യോഗനിദ്രയിൽപ്പെട്ട വിഷ്ണുവെ കണ്ട് ദേവന്മാരിരുന്നു വിഷ്ണുവിൻ ചുറ്റുമായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദദൃശസ്തേ തദേശാനം യോഗനിദ്രാവശം ഗതം വിജേതനം വിഭും വിഷ്ണും തത്രാസാം ചക്രിരേ സുരാഹ. അവിടെ വിഭുവായിട്ടുള്ള വിഷ്ണുവിനെ യോഗനിദ്രയ്ക്ക് അധീനനായിട്ട് ചലനമറ്റ് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഇരിക്കുക. മറ്റ് ദേവന്മാരെല്ലാവരും അങ്ങനെ അവിടെ ഭഗവാന്റെ മുമ്പിൽ ചെന്നങ്ങിയിരുന്നു. സ്ഥിതേഷു സർവദേവേഷു നിദ്രാസുപ്തേ ജഗൽപദോ ചിന്താമാപോ സുരാ സർവേ ബ്രഹ്മരുദ്ര പുരോഗമാഹ. ദേവന്മാർ അങ്ങനെ നിൽക്കുകയാണ്. ജഗത്പതിയായിട്ടുള്ള വിഷ്ണു നല്ല ഉറക്കും. ബ്രഹ്മാവുണ്ട്, ശിവനുണ്ട്, വിഷ്ണുണ്ട്, അവരൊക്കെ ചിന്തിച്ചു ഇനി എന്താ ചെയ്യേണ്ടത്. ഏറെ നേരം ഇരുന്നിട്ടും ബോധമില്ലാതെയായി യോഗനിദ്രയിൽപ്പെട്ട വിഷ്ണുവെ കണ്ട് ദേവന്മാരിരുന്നു വിഷ്ണുവിൻ ചുറ്റുപാടുമായി. ഏറെ നേരം ഇരുന്നിട്ടും ഭഗവാൻ ഉണരായികയാൽ ബ്രഹ്മരുദ്രന്മാരുമൊത്ത് ദേവന്മാർ പെട്ടു ചിന്തയിൽ. ഇന്ദ്രൻ കഥിച്ചാൻ അന്നേരം ഇനി ചെയ്യേണ്ടതെന്തു നാം ചെയ്യുവതെന്തെങ്ങനെ നാം നിദ്രാഭംഗം ചിന്തിപ്പിനെ വരും. അപ്പം ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചു എന്നാണ്. താനുവാച തഥാശക്രാക്യം കർത്തവ്യം സുരോത്തമാഹ നിദ്രാഭംഗ കഥം കാര്യം ചിന്തയന്തു സുരോത്തമ. ദേവന്മാർ പറയുകയാണ്, ഇന്ദ്രൻ പറയുകയാണ്, ദേവമുഖന്മാരെ എന്ന് വിളിച്ചിട്ട് നമ്മളെന്താ ചെയ്യുക? ഈ വിഷ്ണുവിൻ്റെ നിദ്രയ്ക്ക് എങ്ങനെയാ ഭംഗം വരുത്തുക? ഉറങ്ങുന്നവരെ ഉണർത്താൻ പാടില്ലല്ലോ. എല്ലാവരും കൂടി ആലോചിച്ചു ഇനി എന്താ ചെയ്യേണ്ടത്. സമുവാച തഥാ ശംഭുഃ നിദ്രാഭംഗേ അസ്തി ദൂഷണം കാര്യം ജൈവ പ്രകർത്തവ്യം യജ്ഞസ്യ സുരസത്തമ. അത് കേട്ടപ്പോൾ മഹാദേവൻ പറഞ്ഞു, ദേവോത്തമന്മാരെ നിങ്ങൾ നിദ്രാഭംഗം ചെയ്യരുത് കേട്ടോ, അത് ദോഷമാണ്. യജ്ഞകാര്യം നിർവഹിക്കുകയും വേണം. നിദ്രാഭംഗത്തിലുണ്ടല്ലോ ദോഷം ചൊന്നാൻ ശിവൻ തഥാ യജ്ഞകാര്യം നടത്തേണം താനും വിബുധമുഖ്യരെ. യജ്ഞം ചെയ്യും വേണം, ഭഗവാനെ ഉണർത്തും വേണം, പക്ഷെ ഉണർത്താൻ പാടില്ല. എന്തു ചെയ്യും? ബ്രഹ്മാവുണ്ടാക്കിനാൻ അപ്പോൾ ചിതൽ എന്നൊരു ജീവിയെ നിലത്തൂന്നിക്കിടക്കുന്ന വില്ലിൻ അഗ്രം മുറിക്കുവാൻ. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടികർത്താവാണ്.
അപ്പോൾ സൂത്രം, ഇങ്ങനത്തെ ഏത് സാധനമായാലും നശിപ്പിക്കാൻ മിടുക്കനാണ് ചെതൽ. ചെതൽ തിന്നാത്തതായിട്ടൊരു ജീവിയില്ല, ഒരു വസ്തുവില്ല. പറ്റാവുന്നതൊക്കെ ചെതൽ തിന്നും. അപ്പം അങ്ങനെ ഒരു ചെതലിനെ ഉണ്ടാക്കി ബ്രഹ്മാവ് മിടുക്കനാ. ഈ ഞാണ് അങ്ങോട്ട് കടിച്ച് മുറിച്ച് തിന്നോട്ടെ, അപ്പം അത് പൊട്ടുമല്ലോ. അത് പൊട്ടിക്കഴിഞ്ഞാൽ ആ വില്ല് നിവരും. അപ്പോൾ വിഷ്ണു ഉണരുകയും ചെയ്യും. ഇത്ര സാത്വിക ബുദ്ധിയെ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ, പക്ഷെ അത് അബദ്ധമായിപ്പോയി. ഉത്പാദിത തഥാ വമ്രി ബ്രഹ്മണ പരമേഷ്ഠിന തഥാ തയാ ഭക്ഷയിതും തത്ര ധനുഷോ ഗ്രന്ഥരാസ്ഥിതം. ഉടൻ തന്നെ പരമേഷ്ഠിയായിട്ടുള്ള സർവ്വലോക ശ്രേഷ്ഠമായിട്ടുള്ള സത്യലോകത്തിന് ഉടമയായിട്ടുള്ള ആ ബ്രഹ്മാവ് മണ്ണിൽ ഉറച്ചിരിക്കുന്നതായിട്ടുള്ള വില്ലിൻ്റെ അഗ്രം തിന്നോട്ടെ എന്ന് കരുതിയിട്ട് ചെതലിനെ സൃഷ്ടിച്ചു. വമ്രി ഭക്ഷിതേ ഗ്രേ തഥാ നിമ്നം ഗമിഷ്യതി ശരാസനം തഥാ നിദ്രാ വിമുക്തോ സോ ദേവദേവോ ഭവിഷ്യതി. അഗ്രം ചെതല തിന്നാലുടൻ ആ ഞാൻ പൊട്ടിയിട്ട് വില്ല് നിവർന്നോളും. അപ്പോൾ ദേവദേവനായിട്ട് അദ്ദേഹം നിദ്രയിൽ നിന്ന് ഉണരുകയും ചെയ്യും. ഇങ്ങനെയുള്ള സാത്വിക ബുദ്ധിയാണ് ഉണ്ടായത്. അഗ്രം കരണ്ടാൽ അന്നേരം വില്ലിൻ പാത്തി നിവർന്നിടും. അപ്പോൾ ഉറക്കവും വിട്ട് ദേവദേവൻ ഉണർന്നിടും. ഇത്രേ ചിന്തിച്ചിട്ടുള്ളൂ. ദേവകാര്യവും അവണ്ണം സാധിച്ചിടും അസംശയം കൽപ്പിച്ചു. പിന്നെ ഭഗവാൻ ബ്രഹ്മാവ് ആ ചിതലോടുടൻ കേട്ടോ, ദേവകാര്യം തഥാ സർവം ഭവിഷ്യതി എന്ന സംശയ സ വമ്രീം സന്ധിദേശാഥ ദേവദേവ സനാതന. അപ്പോൾ ദേവകാര്യമെല്ലാം നടക്കൂലോ എന്ന് കണക്കാക്കിക്കൊണ്ട് അത് നിത്യനായിട്ടുള്ള ദേവദേവനായിട്ടുള്ള ബ്രഹ്മാവ് ചിതലിനോട് പറഞ്ഞു. എന്താ പറഞ്ഞാലേ, തമുവാച തഥാ വമ്രീ ദേവദേവസ്യ മാപദേ നിദ്രാഭംഗ കഥം കാര്യോ ദേവസ്യ ജഗതാം ഗുരോഹോ. എന്താ ചതിലിനോട് പറഞ്ഞത്? അത് തിന്നോളൂ, ദേവദേവൻ ഉണരും, അപ്പം നമുക്ക് യാഗം ചെയ്യാം എന്ന് ചതിലിനോട് പറയാണ്ടായത്. ചിതൽ ചൊന്നു തഥാ ലക്ഷ്മീകാന്തൻ സർവജഗൽ ഗുരു ദേവദേവൻ തന്നുറക്കിൻ ഇളക്കം ചെയ്വതെങ്ങനെ. ഞാനെങ്ങനെയാ ഈ ഭഗവാന്റെ ഉറക്കത്തെ കളയുക? എനിക്ക് പറ്റില്ല. ചെതല് മോശക്കാരനല്ല, ചെതല് നിയമം പറഞ്ഞു. എന്താ ബ്രഹ്മാവിനോട് ഈ ലക്ഷ്മിപതിയായിട്ടുള്ള നിദ്രയെ ലക്ഷ്മിപതിയായിട്ടുള്ള ഭഗവാന്റെ ഉറക്കത്തെ ഉണർത്തി കഴിഞ്ഞാൽ ദോഷം ഉണ്ടാവുക? നിയമം പറഞ്ഞു. എന്താ? നിദ്രാഭംഗ കഥാച്ഛേദോ ദമ്പത്യോ പ്രീതിഭേദനം ശിശുമാതൃവിഭേദശ്ച ബ്രഹ്മഹത്യാ സമം സ്മൃതം. ദേവി ഭാഗവതത്തില് 1-ാമത്തെ സ്കന്ധത്തില് 5-ാമത്തെ അധ്യായത്തില് 20-ാമത്തെ ശ്ലോകം പ്രമാണാണ്. നിദ്രാഭംഗം കഥാഭംഗം ദമ്പതി പ്രീതിഭേദനം ബ്രഹ്മഹത്യാ സമം. കുഞ്ഞിൽ നിന്നമ്മയെ ഉറക്കലും അമ്മയെ അകറ്റലും. ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ പാടില്ല. കുട്ടികളൊക്കെ രാവിലെ നീട്ടിട്ട് നേരത്തെ നീക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി ഉണർത്താൻ പാടില്ല. ഉണക്കത്തിൽ നിന്ന് ഉണർത്തി കഴിഞ്ഞാൽ കുട്ടികളെ വെച്ചാൽ പറയും വേണ്ട, ബ്രഹ്മഹത്യ. കഥാരസത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കണ ആ സമയത്ത് കഥാവിഘ്നം, കഥ പറയണതിൽ എന്തെങ്കിലും വിഘ്നം ഉണ്ടാക്കിയാൽ അതും ബ്രഹ്മഹത്യയാണ്. ദമ്പതികളുടെ സ്വൈരസല്ലാപത്തിന് തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും ബ്രഹ്മഹത്യയാണ്. അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ മുല കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് അകറ്റി കഴിഞ്ഞാൽ അതും ബ്രഹ്മഹത്യയാണ്. ഇതൊക്കെ വളരെ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള നിയമമാണ് എന്ന് പറയാണ്. വളരെ ശ്രദ്ധിക്കണം. നിദ്രാഭംഗ കഥാച്ഛേദോ ദമ്പത്യോ പ്രീതിഭേദനം ശിശുമാതൃവിഭേദശ്ച ബ്രഹ്മഹത്യാ സമം സ്മൃതം. ചതിൽ പറഞ്ഞു ബ്രഹ്മാവിനോട്, അതേ ഇത് വലിയ പ്രശ്നമാണ്, ഞാൻ ഒന്നും ചെയ്യില്ല. അതിനാൽ തീറ്റ കിട്ടാനായി ദേവദേവന്റെ ഈ സുഖം ഭേദിപ്പത് എങ്ങനെ ഇവൻ പാപമല്ലി അത് ഓർക്കുകിൽ. തൽക്കഥം ദേവദേവസ്യ കരോമി സുഖനാശനം കിം ഫലം ഭക്ഷണാദ്ദേവ ഏന പാപം കരോമ്യഹം. അതുകൊണ്ട് ദേവദേവനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സുഖം ഞാൻ ഇല്ലാണ്ടാക്കില്ല. വില്ലിൻ്റെ അഗ്രം തിന്നുന്നത് കൊണ്ട് ഞാൻ പാപം ചെയ്യും, അതല്ലാണ്ട് എന്താ ഫലമുള്ളത് എന്ന് ചോദിച്ചു. സർവസ്വാർത്ഥവശോ ലോകഃ കുരുതേ പാതകം കില തസ്മാദഹം കരിഷ്യാമി സ്വാർത്ഥമേവ പ്രഭക്ഷണം. സ്വാർത്ഥത്തിന് അടിമയായി തീർന്ന ജനം എല്ലാവരും പാതകം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനും ആ സ്വാർത്ഥത്തെ തന്നെ ചെയ്യണം, എന്നിട്ട് നല്ല തീറ്റയാക്കണം. ഇതല്ലേ അങ്ങയുടെ അഭിപ്രായം? സ്വാർത്ഥതയെ നശിപ്പിച്ച് പാപം ചെയ്യാതെ ഇരിക്കാം എന്നർത്ഥം. അതിനാൽ തീറ്റ കിട്ടാനായി ദേവദേവന്റെ ഈ സുഖം ഭേദിപ്പത് എങ്ങനെ ഇവൻ പാപമല്ലി അതോർക്കുകിൽ. സ്വാർത്ഥം നേടാൻ ജനം സർവം ചെയ്യൂ പാതകം. ആകയാൽ എനിക്കും കാര്യമേതാനും ഉണ്ടെങ്കിൽ ഇത് ചെയ്യുവൻ. അപ്പോൾ സ്വാർത്ഥം നേടാൻ വേണ്ടിയിട്ട് മനുഷ്യരാണ് കേട്ടോ പതിവ്, മറ്റേ മൃഗങ്ങളോ പ്രാണിവർഗങ്ങളോ പതിവില്ല. എന്നാലും ശരി, ചെതല് പറഞ്ഞു സ്വാർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് പല
തെറ്റുകളും ചെയ്യാറുണ്ട്. അത് എന്തെങ്കിലും മറ്റ് അഡീഷണൽ കിട്ടും, അതുകൊണ്ടാണ്. ഞാനും ഇതേപോലെ അഡീഷണൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു ചെതല്. മിടുക്കനാണ് ചെതല് കേട്ടോ. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ബ്രഹ്മവാച തവ ഭാഗം കരിഷ്യാമോ മഖമധ്യേ യഥാശൃണു തേന ത്വം ഗുരു കാര്യം നോ വിഷ്ണു ബോധയമാചിരം. യജ്ഞമധ്യത്തിൽ നിനക്ക് ഒരു ഭാഗം ഞാൻ തരാം. യജ്ഞഭാഗം നൽകുന്നത് അംഗീകാരത്തിൻ്റെ ഉന്നത പദവി ലഭിക്കുന്നതിൻ്റെ ഒരു ചിഹ്നമാണ്. നമുക്ക് അറിയാം, ഈ ദേവവൈദ്യന്മാരായിട്ടുള്ള നാസത്യൻ, ദസ്രൻ, അശ്വിനി കുമാരന്മാർ, സൂര്യൻ്റെ പുത്രന്മാർ, അവർക്ക് വൈദ്യന്മാർ എന്നതുകൊണ്ട് യജ്ഞഭാഗം ആ സദസ്സിലിരുന്നിട്ട് സ്വീകരിക്കാൻ നിർത്തിയില്ല. യാഗഭാഗം സ്വീകരിക്കാൻ വയ്യ. അപ്പം അതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ച്യവന മഹർഷിയാണ് ആശ്രയിച്ചത്. ച്യവന മഹർഷി അത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ തുല്യത, ദേവതുല്യത കിട്ടിയ അവിടെ. അതൊരു അർഹത, ഒരു സ്ഥാനമാണത്. എന്ന കൂട്ടത്തിൽ ചെതലിന് ഈ യജ്ഞത്തിലൊരു ഭാഗം തരാമെന്ന് പറയാം ബ്രഹ്മാവ് കൊടുക്കണ കൈക്കൂലിക്ക് അത്ര ചെറിയതല്ലാത്ത വലിയൊരു വിലയുണ്ട്. നമ്മളിങ്ങനെ ഹോമകുണ്ഡത്തിൻ്റെ 4 പുറവും ഹോമവസ്തുക്കളെ ഹോമിക്കുമ്പോൾ, നെയ്യ് ഹോമിക്കുമ്പോൾ ആ സൃക്കിൽ നിന്ന് ലേശം വീഴും. ഹവിസ് ഹോമിക്കുമ്പോൾ ആ ജുഹുവിൽ നിന്ന് ലേശം താഴേക്ക് വീഴും. ഇതൊക്കെ സംഭവിക്കാറുണ്ട്. സ്രുവൻ ജുഹു. അപ്പോൾ അത് ചിലപ്പോൾ സംഭവിക്കും. അതേപോലെ കൈകൊണ്ടെടുത്ത് ഹോമിക്കേണ്ട പലതും ഉണ്ട്. അപ്പോഴും ചിലപ്പോൾ ചിലത് താഴെ വീഴും. അപ്പോൾ ഈ താഴെ വീണത് എടുത്ത് രണ്ടാമത് ഹോമിക്കരുത്. കാരണം ഈ വീണത് മുഴുവൻ ചെതല്, ഉറുമ്പ് തുടങ്ങിയിട്ടുള്ള പ്രാണിവർഗ്ഗങ്ങൾക്കാണ്. അത് ബ്രഹ്മാവിനാൽ വിധിക്കപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ അതെടുത്ത് ഹോമിച്ചു വെച്ചാൽ അവിടെ ഈ ഉറുമ്പിനും ചെതലും തിന്നാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ പറ വെച്ച് കഴിഞ്ഞാൽ പറ കൂമ്പിക്കണം എന്നാണ് പറയുക. പറ കൂമ്പിച്ചിട്ട് താഴെ വീഴണം കുറേ. ആ താഴെ വീണത് മുഴുവൻ ഈ പ്രാണിവർഗ്ഗങ്ങൾക്കാണ്. നെല്ലാണ് വെച്ചാൽ അത് മറ്റേ നെല്ല് തിന്നുന്ന പ്രാണിവർഗ്ഗങ്ങൾക്ക്, പക്ഷിമൃഗാദികൾക്കൊക്കെ കൊടുക്കാം. കാക്കയും കിളികളൊക്കെ കൊത്തി തിന്നണം. അങ്ങനെയാണ്. ചെതലും തിന്നും, ഉറുമ്പൊക്കെ തിന്നും. നെല്ലായാലും അരിയായാലും പഞ്ചാരയായാലും താഴെ വീണത് പറക്കിയിട്ട് ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഒരു ഷീറ്റ് വയ്ക്കും. പഞ്ചാര, അവില്, മലര് ഒക്കെയാണ് വെച്ചാൽ ആ ഷീറ്റിലേക്കാണ് ഇത് മറ്റേ ചെരിയ. എന്നിട്ട് പുറമെ നല്ലോണം കൂമ്പി പുറത്തേക്ക് പോട്ടെ എന്നൊക്കെ ഈ പറ നറപ്പിക്കണവർ കേമായിട്ട് പറയുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കൂടിയിട്ട് അടിയിലേയും കൂടി പറക്കിയിട്ട് ആദ്യം ആ മുറത്തിലേക്ക് തന്നെ ഇടും. അടുത്ത ആൾ പൈസ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ പറ വീണ്ടും ഇതിലേക്ക് ചെരിയ. ഈ പറഞ്ഞു കൊടുക്കുന്ന ആളും പാപിയായി, രണ്ടാമത് വാങ്ങിയിട്ട് ചെരിയണ ആൾ പാപിയായി, ആദ്യത്തെ പറ നിറച്ചാൾ പാപിയായി. പുരാണത്തെ ആശ്രയിച്ചാലേ ഈ പ്രമാണം കിട്ടുള്ളൂ. അപ്പോൾ ഓരോ തവണയും പറ കൂമ്പിക്കുമ്പോൾ താഴേക്ക് വീണത് നമ്മളത് പ്രാണിവർഗ്ഗങ്ങൾക്കായിട്ട് പുറമേക്ക് കളയുക തന്നെ വേണം. രണ്ടാമത് പുറമേക്ക് വീഴാൻ വേണ്ടിയിട്ട് അതിലൊരു ഇടങ്ങാഴി അല്ലെങ്കിൽ ഇരുനാഴി കൂടുതൽ അതിൽ ഇടുക തന്നെ വേണം. പിശുക്കുണ്ട് വെച്ചാൽ നാഴി മതി. പുറമേക്ക് പോകണം, അടിയിലേക്ക് വീണത് എടുക്കരുത്. അത് മറ്റുള്ളവർക്ക് എന്ന് വെച്ചാൽ പറമ്പിൽ കൊണ്ടുപോയിട്ട് ഇടണം. കിളിയോ പ്രാണിയോ ചെതലോ ഉറുമ്പോ എന്താ വെച്ചാൽ തിന്നോട്ടെ, പക്ഷിമൃഗാദികൾ കഴിച്ചോട്ടെ. ശർക്കര വെച്ചാൽ ശർക്കര പുറമേക്ക് കളയണം, അത് എടുക്കരുത്. പ്രമാണമാണ്, ബ്രഹ്മാവ് വിധിച്ചതാണ്. എല്ലാ അമ്പലങ്ങളും കാണാം 100 പറ ഒക്കെ ഉണ്ടാവേ. ഈ 100 പറയിൽ 100 നാഴി താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താ അതിൻ്റെ ഒരു വില. ഈ 100 പേര് നിറയ്ക്കുന്ന 100 പേർക്കും 100 തവണ പറഞ്ഞു കൊടുത്ത ഈ ഒരാൾക്കും മഹാപാപം തീരില്ല എന്നർത്ഥം. അതാണ് പുരാണത്തെ ആശ്രയിച്ചാലേ ഈ സൽസ്വഭാവം കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. പിശുക്കുണ്ട് വെച്ചാൽ നാഴി എന്നുള്ളത് 4 മണിയാക്കിക്കോളൂ, എന്നാലും വിരോധമില്ല. 4 മണിയെങ്കിലും പുറമേക്ക് വീഴണം, വീഴാതിരിക്കരുത്. അതാണ് നിയമം. അമ്പലത്തിൽ പറ വയ്ക്കാറുണ്ട്. വീടുകളിൽ നിന്നിട്ട് പറ നിറച്ചിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നല്ല വിവരമുള്ള അമ്പലക്കാരാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഈ പറ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതിൽ ഒരു പിടി പ്രസാദമായിട്ട് തിരിച്ചു കൊടുക്കണം.
അതാണ് പ്രസാദം. അത് ഉടമസ്ഥന് തിരിച്ചു വെക്കണം. അതിന് ഈ സൂത്രക്കാരൻ എന്താ ചെയ്യുക? താഴെ വീണത് പ്രസാദമാണ് കേട്ടോ എന്ന് പറയും. അപ്പം എന്തായി? ഭഗവതിയുടെ പ്രസാദം ഈ ഉടമസ്ഥന് കിട്ടിയില്ല. ഇത് ഇവർക്ക് അറിയില്ല. അവർ നേരെ അകത്തേക്ക് എടുത്തേക്കും. അപ്പം എന്തായി? ഈ ആഹാരം കിട്ടാതെ കണ്ട ആ ശാപം അകത്തേക്ക് കയറി. പറ വെച്ചാ പാപ. നേരെ മറിച്ച് ഈ താഴെ വീണത് പക്ഷിമൃഗാദികൾക്ക് കൊടുക്കുക, ഒരു പിടി പ്രസാദമായിട്ട് ഈ പറയിൽ നിന്ന് ഗൃഹസ്ഥന് കൊടുക്കുക. ഇത് പറ വയ്ക്കണവർ ചെയ്യാറുണ്ടോ? അത് പറഞ്ഞാൽ വലിയ ആലോചിക്കായി. നിങ്ങൾക്കൊന്നും അറിയില്ല എന്നും പറയും. പ്രമാണം ഭാഗവതത്തിലുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ബ്രഹ്മാവ് പറഞ്ഞതാണ്, തവ ഭാഗം കരിഷ്യാമോ മഖമധ്യേ യഥാശൃണോ തേനത്വം ഗുരു കാര്യം നോ വിഷ്ണും ബോധയമാചിരം. യജ്ഞമധ്യത്തിൽ നിനക്ക് ഒരു ഭാഗം ഞാൻ തരാം. അത് സ്വീകരിച്ചുകൊണ്ട് നീ ഞങ്ങളുടെ കാര്യം സാധിക്കണം. ഇവിടെ വിഷ്ണുവിനെ യാഗം ചെയ്ത് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് ദോഷമൊന്നും വരില്ല എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് നിനക്കും ഭാഗമേകിയിടാം. യജ്ഞമധ്യത്തിലാകയാൽ ചെയ്താലും ഞങ്ങൾ തൻ കാര്യമുണർത്തു വിഷ്ണുവേഷണം. ഹവിസ് ഹോമിക്കുന്നേരം എന്തോ പാർശ്വത്തിൽ വീഴ്വതും അത് നിൻ ഭാഗമായി കാണുക ചെയ്യുക കാര്യമിനി ദ്രുതം. ഹോമകർമ്മണി പാർശ്വേ ച ഹവിർദാനാൽ പതിഷ്യതി തത്തേ ഭാഗം വിജാനീഹി കുരു കാര്യം ത്വരാന്വിത. ദേവി ഭാഗവത പ്രകാരം ഒന്നാമത്തെ സ്കന്ധത്തില് 5-ാമത്തെ അധ്യായത്തില് 24-ാമത്തെ ശ്ലോകം. ഹോമകർമ്മത്തില് ഹവിസ് ഹോമദ്രവ്യം കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ താഴേക്ക് വീഴാറുണ്ട്. അത് ചെതലിൻ്റെ ഭാഗമാണ് എന്ന്, പ്രാണിവർഗങ്ങൾക്കുള്ള ആഹാരമാണ് എന്ന് അങ്ങ് കണക്കാക്കിക്കോളൂ. വേഗം തന്നെ ഞങ്ങളുടെ കാര്യം നിറവേറ്റൂ. ഹോമകർമ്മണി പാർശ്വേച്ച ഹവിർദാനാൽ പതിഷ്യതി തത്തേ ഭാഗം വിജാനീഹി കുരു കാര്യം ത്വരാന്വിത. ഇതാണ് അതിൻ്റെ പ്രമാണം. സൂത ഉവാച, സൂതം പറയാണ്, ഇത്യുക്ത ബ്രഹ്മണാ വമ്രീധനുഷോ ഗിരം ത്വരാന്വിത ചഖാദ സംസ്ഥിതം ഭൂമോ വിമുക്താദ്യാ തദാഭവത്. ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചതുര് വളരെ വേഗം തന്നെ ഈ വില്ലിൻ്റെ മണ്ണിൽ ഊന്നി നിൽക്കുന്ന ആ ഭാഗത്തെ അഗ്രഭാഗം ക്രമേണയായിട്ട് തിന്നു തുടങ്ങി. പെട്ടെന്ന് തന്നെ ഞാണ് പൊട്ടുകയും ചെയ്തു. സൂതൻ ബ്രഹ്മാവേവം ചൊന്ന നേരം നിലത്തോന്നിയവിൽ തല ചിതൽ ചെന്നു കരണ്ടപ്പോൾ ഞാനും വേറിട്ടു തൽക്ഷണം. ഇപ്പോൾ ചതലിന് ഈ യാഗഭാഗം കിട്ടിക്കഴിഞ്ഞപ്പോൾ ചതല് അത് കരണ്ടു തിന്നു. അപ്പോൾ വില്ലിൻ്റെ ഞാണ് പൊട്ടി, വില്ല് നിവർന്നു. പ്രത്യഞ്ചായാം വിമുക്തായാം മുക്ത കോടിസ്തഥോത്തര ശബ്ദ സമഭവഘോര തേന ത്രസ്ത സുരാസ്തത. ഇങ്ങനെ കീഴ്വശത്തെ ആ ഞാണങ്ങോട്ട് വിട്ടുകഴിഞ്ഞപ്പോൾ മുകൾ ഭാഗം അങ്ങോട്ട് പൊന്തി വേർപെട്ടു. അതോടെ ഘോരമായിട്ടുള്ളൊരു ശബ്ദമുണ്ടായി. ആ ശബ്ദം കേട്ട് ദേവന്മാരെല്ലാം ഭയപ്പെട്ടു. അസുരന്മാർ ഭയപ്പെടില്ലാണ്ടായി, ഇവിടെ ദേവന്മാരാ ഭയപ്പെട്ടു. താഴെ ഭാഗം മുറിഞ്ഞപ്പോൾ മറ്റേ തല തെറിച്ചുടനുണ്ടായി ഘോരാരവം. തത്ര ഞെട്ടിപ്പേടിച്ചു വിണ്ണവർ. ആ സമയത്ത് ഇത്രേ പേടിക്കാനുള്ളൂ എന്നില്ല കേട്ടോ, അത്ര പേടിച്ചു പോയിന്ന. നോക്കണേ, ബ്രഹ്മാണ്ടം മുഴുവൻ ഞെട്ടി കുലുങ്ങി ധരയും തഥാ ക്ഷോഭിച്ചതേഴ ആഴികളും വിറച്ചു ജലജീവികൾ. ഭൂകമ്പുണ്ടായി, ബ്രഹ്മാണ്ടം മുഴുവൻ കെട്ടുകെട്ടാ പറച്ചു. സമുദ്രം കടൽക്ഷോഭുണ്ടായി, കൊടുങ്കാറ്റുണ്ടായി, കാട്ടുതീയുണ്ടായി, ഒന്നും പറയണ്ട. കൊടുങ്കാറ്റ് ഉഗ്രമായി വീശി നടുങ്ങി ഗിരികൂടവും. അമംഗളം തെരുതെരെ കൊള്ളിമീൻ ചാടി എങ്ങുമേ. ദിക്കെല്ലാം ഇരുളിൽപ്പെട്ടു, സൂര്യനും പോയി മറഞ്ഞുതേ. പരുങ്ങി ദേവന്മാരെന്ത് ഈ ദുർദിനത്തിൽ വരാവതോ. അവരിങ്ങനെ ചിന്തിക്കേ ദേവദേവന്റെ മസ്തകം സകുണ്ടല സകിരീടം ഹാ തെറിച്ചു താപസേന്ദ്രരേ. ഇതെല്ലാം കൂടിയിട്ട് ചെന്നിട്ട് കടലിൽ ചെന്ന് വീണു എന്നാണ്. ബ്രഹ്മാണ്ടം ക്ഷുഭിതം സർവം വസുധ കമ്പിതാ തഥാ സമുദ്രാശ്ച സമുദ്വിഗ്ന ത്രേതുശ്ച ജലജന്തവ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബ്രഹ്മാണ്ടമെല്ലാം ഇളക്കി മറിഞ്ഞു. ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ നിവൃത്തിയിൽ അത്രയും ക്ഷോഭം. ഭൂമി കമ്പനം കൊണ്ടുവച്ചാൽ ഭൂകമ്പുണ്ടായി, സമുദ്രങ്ങൾ കടൽക്ഷോഭുണ്ടായി, ജലജന്തുക്കളൊക്കെ ഞെട്ടിവറച്ചു. പൗർവാദാസ്തഥാ ചോഗ്ര പർവ്വതാശ്ച കമ്പിരെ ഉൽക്കാപാദ മഹോൽപാദ ബഭൂവൂർ ദുഃഖശംസിന. അതുപോലെ കൊടുങ്കാറ്റുണ്ടായി, പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ദുഃഖസൂചകങ്ങളായിട്ട് അനവധി ദുർനിമിത്തങ്ങളുണ്ടായി. ഭൂകമ്പം, കൊള്ളിമീൻ തുടങ്ങിയിട്ടുള്ള പലതും ആകാശത്തിലും ഭൂമിയിലൊക്കെ ഉണ്ടായി. ദിശോ ഘോരതരാശ്ചാസൻ സൂര്യോപ്യസ്തംഗതോ ഭവത് ചിന്താമാഭൂസുരാ സർവേ കിം ഭവിഷ്യതി ദുർദിനെ. അപ്പോഴേക്കും ദിക്കുകളെല്ലാം ഭയങ്കരമായിട്ട് ഈ കാർമേഘം ഉണ്ടാവുക, ഉരുണ്ടുകൂടുക, സൂര്യൻ അങ്ങോട്ട് കാണാനില്ലാണ്ടായി.
ആ ദുർദിനത്തിൽ ഇനി എന്താ സംഭവിക്കുക എന്നെല്ലാം ദേവന്മാർ ആലോചിക്കാൻ തുടങ്ങി. ഏവം ചിന്തയതാം തേഷാം മൂർധ വിഷ്ണു സകുണ്ടല സഗത സ മുകുട ക്വാപി ദേവദേവസ്യ താപസാഹ. അവരങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലയോ ശൗനകാദി മഹർഷിമാരെ പറയാണ്, ദേവദേവനായിട്ടുള്ള വിഷ്ണുവിന്റെ ശിരസ് കിരീടത്തോടും കുണ്ടലത്തോടും കൂടി അങ്ങോട്ട് തെറിച്ചു പോയി. അന്ധകാരേ തഥാഘോരേ ശാന്തേ ബ്രഹ്മഹരൗ തഥാ ശിരോഹീനം ശരീരം തു ദദൃശാദേ വിലക്ഷണം. ഘോരമായിട്ടുള്ള അന്ധകാരം പരന്നു. അത് കഴിഞ്ഞ് കുറച്ച് ചെറിയൊരു പ്രകാശം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവും ശിവനും ഇന്ദ്രന്മാരും ഇന്ദ്രനും ദേവന്മാരും ഒക്കെ കൂടിയിട്ട് വിഷ്ണുവിന്റെ ശിരസില്ലാത്തതായിട്ടുള്ള അശുഭലക്ഷണമായിട്ടുള്ള ഈ വിലക്ഷണമായിട്ടുള്ള ശരീരത്തെ മാത്രം കണ്ടു, ഉടലിനെ കണ്ടു. ശിരസില്ലാത്ത ഉടലിനെ കണ്ടു. അന്ധകാരം തെല്ലു കുറഞ്ഞപ്പോഴാ വിധിശങ്കരർ കണ്ടാൽ ശിരസറ്റ് വിലക്ഷണമാം വിഷ്ണുവിനുടൽ അകപടി. ഏവം കബന്ധമത് കണ്ട് അത്ഭുതപ്പെട്ടു വിണ്ണവർ ചിന്തതൻ കടലിൽ പെട്ടു തേങ്ങിനാൽ ശോകമൂർച്ചയിൽ. ദൃഷ്ട്വാ കബന്ധം വിഷ്ണോസ്തേ വിസ്മിതാസുരസത്തമ ചിന്താസാഗരമഗ്നാശ്ചാതുരുരുദു ശോകകർഷിത. വിഷ്ണുവിന്റെ തലയേറ്റ ശരീരം കണ്ടപ്പോൾ ദേവന്മാരെല്ലാവരും ദുഃഖത്തിൽ മുഴുകി കരഞ്ഞു, പേടിച്ചു, അതേപോലെ തന്നെ ദുഃഖിച്ചു. ഹാ നാഥ കിം പ്രഭോ ജാതം അത്യത്ഭുതം അമാനുഷം വൈശസം സർവദേവാനാം ദേവദേവ സനാതന. ആ മഹാവിഷ്ണുവിനെ തന്നെ നാമം ജപിച്ചുകൊണ്ട് സ്തുതിച്ചു. അല്ലയോ ദേവനാഥ, ദേവദേവ, സനാതന, പ്രഭോ, അത്യത്ഭുതമായിട്ടുള്ള ഈ അമാനുഷമായിട്ടുള്ള ഇങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം? അങ്ങ് ദേവദേവനല്ലേ? ദേവന്മാർക്കെല്ലാം ഇങ്ങനെ ഒരു നരകം അങ്ങ് തരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? എന്തലൗകികമാം ആശ്ചര്യമീ കാൺമതീശ്വര, എന്തൊരത്യാഹിതം വിണ്ണോർക്കിത് ഹന്ത ജനാർദ്ദന. പിന്നെയും പറയാണ്, എന്ത് മുറിക്കാനും ഉടയ്ക്കാനും ചൂടാനും അരുത് അങ്ങയെ, എന്നിട്ടും അങ്ങേ തലയും പോയതങ്ങ് ഏതുമായയാൽ അങ്ങ് എന്ത് മായ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രയോഗിച്ചത്? മായയം കസ്യ ദേവസ്യ ശിരോഹൃതം അച്ഛേദ്യസ്തു അച്ഛേദ്യഃ ത്വം അഭേദ്യഃ അസി അപ്രദാഹ്യോസി സർവദാ. അങ്ങയുടെ ശിരസ് തെറിച്ചു പോയത് ഏത് ദേവന്റെ മായ കൊണ്ടാണ്? അങ്ങ് എന്നും അച്ഛേദ്യനാണല്ലോ, അഭേദ്യനാണല്ലോ, അദാഹ്യനുമാണല്ലോ എന്നെല്ലാം പറഞ്ഞു. എന്നുവെച്ചാൽ ദഹിച്ചു പോകില്ല എന്ന് സാരം. അദാഹ്യൻ തീയിൽ കത്തില്ല, വെള്ളത്തിൽ ലയിക്കില്ല, അങ്ങനെ പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു പോകുന്ന ഒരു ശരീരമല്ല. ഏവം ഗതേ ത്വയി വിഭോ മരിഷ്യന്തി ച ദേവതാ കീദൃശസ്ത്വയി ന സ്നേഹ സ്വാർത്ഥേനൈവ രുദാമഹേ. ഇങ്ങനെ പ്രഭോ അങ്ങ് എവിടേക്കാണ് പോയത്? ഇങ്ങനെ ദേവകളെല്ലാം ഇല്ലാണ്ടാവില്ലേ അങ്ങ് പോയി കഴിഞ്ഞാൽ? പാലകല്യാഞ്ചാവിന് എന്താ ഉണ്ടാവുക? അങ്ങയോട് ഞങ്ങൾക്ക് തോന്നുന്ന ഈ സ്നേഹം എങ്ങനെയുള്ളതാണെന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണോ? ഇപ്പോഴാ ഞങ്ങൾക്ക് ദുഃഖം സഹിക്കാൻ വയ്യാട്ടോ, ഞങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഈ ദുഃഖം തീർക്കണേ. നിനക്ക് ഗതിയാണെങ്കിൽ വിണ്ണോരും ചത്തുപോം പ്രഭോ, സ്നേഹമില്ലിത് തൻ കാര്യത്തിനു താൻ ഇവർ കേൾക്കയാം. ഇത് സ്നേഹമാണെന്നൊന്നും ഭഗവാനെ വിചാരിക്കരുത്. ഞങ്ങളുടെ കാര്യം നടക്കാനും വേണ്ടി കുറച്ച് സ്വാർത്ഥമായിട്ട് ഞങ്ങൾ കരയാണ് കേട്ടോ. ഭഗവാന്റെ തല പോയതുകൊണ്ട് കുഴപ്പമില്ല, ഭഗവാൻ പാലകനായിട്ടില്ല വെച്ചാൽ ഞങ്ങൾക്ക് ഈ ശരീരം തന്നെ ഉണ്ടാവില്ല, അതുകൊണ്ട് കീഴാണെന്ന്. എന്താ മനസ്സിലായി? സ്വകാര്യ കുശലാഹ ദേവാഹ. ഈ വിപത്തിൻ കാരണക്കാർ ദൈത്യരല്ല, അല്ല യക്ഷരം, ഈ വിണ്ണോർ മാത്രമാണ്, അന്യർക്കില്ല കുറ്റം രമാപതേ. അതുകൊണ്ട് ഞങ്ങളാണ് ഈ കുറ്റം ചെയ്തത്. മനുഷ്യന്മാരെയോ പ്രാണിവർഗങ്ങളെയോ ഈ സസ്യജാലങ്ങളെയോ തിര്യജാതികളെയോ ദ്രോഹിക്കരുതേ. ദേവന്മാരെ മാത്രം ബാധിക്കണം, മറ്റുള്ളവർക്കൊന്നും ഇത് ബാധിക്കരുത്. ദേവന്മാരെ ബാധിച്ച എല്ലാവർക്കും ബാധിക്കും. അതാ രസം. ദേവന്മാർ പ്രാർത്ഥിക്കുകയാണ് മഹാവിഷ്ണുവിടെ, നായം വിഘ്ന കൃതോ ദൈത്യ യക്ഷ രാക്ഷസൈഹി ദേവൈരേവ കൃതകസ്യ ദോഷണം ച രമാപതേ. ഈ വിഘ്ന ഇങ്ങനെ വരുത്തിവെച്ച ദേവന്മാരോ ദൈത്യന്മാരോ യക്ഷന്മാരോ അല്ല രമാപതേ. ഞങ്ങൾ മാത്രമാണ് തെറ്റ് ചെയ്തത്, അങ്ങയോട് തെറ്റ് ചെയ്ത ദേവന്മാരായിട്ട് ഞങ്ങളെ ശിക്ഷിച്ചാൽ മതി, ബാക്കിയുള്ളവരെ ശിക്ഷിക്കണ്ട എന്ന് വ്യഗ്യം. പരാധീനാസുരാ സർവേ കിം കുർമ ക്വ വ്രജാമച ശരണം നൈവ ദേവേശാസുരാണ മൂഢചേതസാം. ദേവന്മാരെല്ലാം ഇങ്ങനെ പരാധീനന്മാരായി തീർന്നു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ എവിടേക്കാ പോവുക ഞങ്ങൾക്കറിയില്ല. ഹേ ദേവേശ, മൂഢബുദ്ധികളായിട്ട് ഈ ദേവന്മാർക്ക് ഇനി ആരാണ് ശരണമുള്ളത്? അങ്ങല്ലാതെ കണ്ട്
പരാധീനത്തിലായി ഞങ്ങൾ ചെയ്വതെന്തെങ്ങു പോവതും ഇല്ലല്ലോ ഗതി മൂഢന്മാരായ വിണ്ണോർക്കിനി പ്രഭോ. മായേശനാം നിൻ തല കൊയ്തുള്ളോളോർക്കിൽ പ്രജകൾ പ്രഭോ മായയാക സത്വരജസ്തമോ രൂപങ്ങളേതിലും ന ചൈഷാ സാത്വികീ മായ രാജസി ന ച താമസി യയാ ഛിന്നം ശിരസ്തസ്യ മായേശസ്യ ജഗദ്ഗുരോ. മായയുടെ അധിപനായിട്ടുള്ള ജഗദ്ഗുരുവുമായിട്ടുള്ള അവിടുത്തെ ശിരസ് ഇപ്പോൾ അറ്റുപോയത് സാത്വിക രാജസ താമസ ഗുണങ്ങളാണോ? അതല്ല, മായ കൊണ്ട് മാത്രമല്ലേ എന്ന് ചോദിക്കുകയാണ്. ക്രന്ദമാനാൻ തഥാ ദൃഷ്ട്വാ ദേവാൻ ശിവപുരോഗമാൻ ബൃഹസ്പതിസ്തദോവാച ശമയൻ വേദവിത്തമഃ. ആ ശിവൻ ബ്രഹ്മാവ് ഇന്ദ്രൻ തൊട്ടുള്ള ദേവന്മാരെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആശ്വസിപ്പിക്കാനായിട്ട് ദേവജ്ഞന്മാര് ശ്രേഷ്ഠനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി ഇങ്ങനെ പറഞ്ഞു. മായേശന നിന്തല കൊയ്തുള്ളോളോർക്കിൽ ജഗൽ പ്രഭോ മായയാക സത്രജസ്തമോ രൂപങ്ങളേതിലും ഹരം തൊട്ടുള്ളോ ഈ വിണ്ണോർ ഈ വണ്ണം നിലവിളിക്കവേ വേദന സുരാചാരൻ സാന്ത്വനോക്തികളോ ദിനാൻ. ഗുരു പറഞ്ഞു, എന്താ പറഞ്ഞാലേ, മഹാന്മാരെ കരഞ്ഞിട്ടും വിളികൂട്ടിയിട്ടും എന്തുവാൻ ഇങ്ങ് ചെയ്യേണ്ടതേതോ ചിന്തിച്ചെന്നാൽ കിട്ടും ഉപായവും. ദൈവം ഉത്സാഹം ഈ രണ്ടും തുല്യമത്രേ നിനയ്ക്കുകിൽ യത്നിക്കാം നാം ഫലം ദൈവഹിതം പോൽ തന്നെ വന്നിടും. പ്രത്യേകം പറഞ്ഞു ഗുരു. എന്താ പറഞ്ഞത്? നമ്മൾ പ്രവർത്തിക്കണം, ചിന്തിക്കുക, പ്രവർത്തിക്കുക. വെറുതെ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല. രുദ്യതേന മഹാഭാഗ ക്രന്ദിതേന കഥ തഥാപി കിം ഉപായശ്ചാത്ര കർത്തവ്യ സർവഥാ ബുദ്ധിഗോചര. മഹാഭാഗ്യവന്മാരായിട്ടുള്ള ഇന്ദ്രൻ തൊട്ടുള്ള ദേവന്മാരെ ബൃഹസ്പതി പറയാണ്, കരഞ്ഞത് കൊണ്ടോ അലമുറയിട്ടത് കൊണ്ടോ എന്താ പ്രയോജനമുള്ളത്? എന്താണോ ചെയ്യേണ്ടത് അതിനെ ഏതു വിധേനയും ആലോചിച്ചൊരു ഉപായം കണ്ടുപിടിക്കൂ, എന്നിട്ട് ചെയ്യൂ. ദൈവം പുരുഷകാരശ ദേവേശ സദൃശൗ ഉഭൗ ഉപായശ വിധാതവ്യോ ദൈവാൽ ഫലതി സർവദാ. ദേവേശ, ഭാഗ്യവും പുരുഷപ്രയത്നവും രണ്ടും തുല്യപ്രധാനങ്ങളാണ്. അതുകൊണ്ട് ഏതു പ്രകാരത്തിലായാലും പരിഹാര കർമ്മം നാം ചെയ്യേണ്ടത് തന്നെയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ അത് ഫലവത്താകും. 41 ശ്ലോകം ഒരു പ്രമാണാണ്. ദൈവം പുരുഷകാരഃ ച ദേവേശ ദേവ ഈശ സദൃശൗ ഉഭൗ ഉപായഃ ച വിധാതവ്യഃ ദൈവാത് ഫലതി സർവഥാ. അല്ലയോ ദേവേശ, ദേവന്റെ ഇച്ഛ ഭാഗ്യം, ദേവേശത്വം ഭാഗ്യവും, അതേപോലെ പുരുഷപ്രയത്നവും. ദേവന്റെ ഇച്ഛ, അതായത് ഇവിടെ മഹാദേവനോട് ബൃഹസ്പതി പറയാണ്, ദേവന്മാർക്കും ഈശനായിട്ടുള്ള ഭഗവാനെ അങ്ങക്കറിയാലോ, ഭഗവത് അനുഗ്രഹം ഇല്ലാതെ കണ്ട്, അതേപോലെ ഈ ശരീരം സ്വീകരിച്ചായിട്ടുള്ള ജീവൻ പ്രയത്നിക്കാതെ കണ്ട്, ഭാഗ്യവും വേണം പ്രയത്നവും വേണം, രണ്ടും തുല്യമാണ്. ഇത് അങ്ങക്കറിയാലോ. ദേവന്റെ ഇച്ഛ സ്വീകരിക്കണമെങ്കിൽ ഭാഗ്യം വേണം, പുരുഷപ്രയത്നം വേണം. അത് ഏതു പ്രകാരത്തിലായാലും ശരി, പരിഹാര കർമ്മം നാം ചെയ്യേണ്ടത് പശ്ചാത്താപത്തോടു കൂടിയിട്ടാണ്. തെറ്റ് സംഭവിച്ചു വെച്ചാൽ ഭാഗ്യമുണ്ടെങ്കിലേ അത് ഫലവത്താകുകയുമുള്ളൂ. ഭഗവത് അനുഗ്രഹം കിട്ടിയാൽ മാത്രമേ, ഭഗവത് പ്രീതി ഉണ്ടായാൽ മാത്രമേ ഈ പരിഹാര കർമ്മം ചെയ്താൽ ഭരിക്കുള്ളൂ. പരിഹാരം ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും പറയും, അത് ശരിയാണ്. പിന്നെ എന്തുകൊണ്ട് ഭരിച്ചില്ല? അത് ഭാഗ്യമില്ലാച്ചാൽ ഭരിക്കില്ല. നമ്മൾ പരിഹാരം ചെയ്തു, കുറേ പൈസ ചിലവാക്കി, ഘോഷമായിട്ടൊക്കെ ചെയ്തു, എന്നിട്ടും ഭരിച്ചില്ല. അയാൾക്കൊന്നും അറിയില്ല കേട്ടോ. അതല്ല അതിൻ്റെ ഉത്തരം. അയാൾക്കറിയും അയാൾ ചെയ്തത് ശരിയാണ്. ഇനി പക്ഷേ ഈ ക്ലയൻറ്റിന് ഇത് ചെയ്യിച്ചയാൾക്ക് ഭാഗ്യമില്ല. അത് ഭാഗ്യം കിട്ടണമെച്ചാൽ എത്ര തവണ ഇത് ആവർത്തിക്കണോ അത്രയും തവണ ആവർത്തിച്ച് ചെയ്താൽ മാത്രമേ ഭാഗ്യം കിട്ടുള്ളൂ. അതുവരെ ചെയ്തോളുക, പ്രയത്നം ഇതന്നെയാണ് ചെയ്യേണ്ടത്, വേറെ ഒന്നല്ല ചെയ്യേണ്ടത്. ആദ്യ കവടി വെച്ച് വേറൊന്നും ചെയ്യുക, അതല്ല വേണ്ടത്. ആവർത്തനം ചെയ്ത് ഭഗവാന്റെ നാമം 1 കോടി ജപിച്ചു, ഭഗവാൻ തിരിഞ്ഞു നോക്കിയില്ല. 2 കോടി 3 കോടി 10 കോടി 14 കോടി ജപിച്ചപ്പോൾ ഭഗവാൻ തിരിഞ്ഞു നോക്കി. ആദ്യത്തെ കോടി ജപിച്ചിട്ട് ഒന്നും തിരിഞ്ഞു നോക്കിയില്ല, പറഞ്ഞാൽ അവിടെ വെച്ച് വെച്ചാൽ പിന്നെ ഇല്ല, അത്രയേ ഉള്ളൂ. 14 കോടി ജപിച്ചപ്പോൾ ഭഗവാൻ തിരിഞ്ഞു നോക്കി, അനുഗ്രഹം കിട്ടുകയും ചെയ്തു. ആവർത്തനം കൊണ്ടേ കിട്ടുള്ളൂ എന്ന് സാരം, പ്രമാണമാണ്. 1-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായം 41-ാമത്തെ ശ്ലോകം ദേവീ ഭാഗവതത്തിലെ പ്രമാണമാണ്. നമ്മൾ നല്ലോണം ചിന്തിക്കണം, പ്രവർത്തിക്കണം. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫലം കിട്ടും. ഭാഗ്യം വേണം, പ്രയത്നവും വേണം.
അപ്പോൾ ഫലം അനുഭവിക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ തന്നുവച്ചാൽ നമുക്ക് അനുഭവിക്കാം, അല്ലെങ്കിൽ ഫലം കിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഭഗവാന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് എല്ലാവർക്കുമായിട്ട് കിട്ടുക, അതിന് ഉപായം ചിന്തിച്ചു. അതാണ് കുതിരത്തല വയ്ക്കലൊക്കെ. ആ രംഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. സർവത്ര ശ്രീമദ് ദേവി നാമസങ്കീർത്തന ശ്രീ മഹാദേവി നമ. ഇപ്പോൾ ദേവി ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ ഒന്നാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായം 41 ശ്ലോകം നമ്മൾ പറഞ്ഞു. 112 ശ്ലോകങ്ങൾ ഇതിലുണ്ട്. ഇനി ഹയഗ്രീവാവതാരമുണ്ട്. പിന്നെ ഭഗവതിയെ സ്തുതിക്കുമ്പോൾ സരസ്വതിയായിട്ട് പ്രത്യക്ഷമാകുന്ന രംഗമുണ്ട്. വേദസ്തുതിയാണ്, വളരെ പ്രധാനപ്പെട്ടതായിട്ടൊരു സ്തുതിയാണ്. നമുക്ക് ക്രമേണയായിട്ട് കേൾക്കാം. ശ്രീ മഹാദേവ്യൈ നമ. ഓം.